ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കാം. ഇതൊരു ഹൗസ് തീമിലാണ് വരുന്നത്. അതായത് ഈ സാധനം എന്താണെന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെസ് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സോയിൽ ക്ലേയും അതുപോലെ മൗൾഡ് ക്ലേയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് സോയിൽ ക്ലേ ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ഹൗസ് നമ്മുടെ സോയിൽ ക്ലേയിലും അതുപോലെ അതിൻ്റെ വെക്കാനുള്ള ബേസ് മൗൾഡ് ക്ലേയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹൗസ് പോലെ, അതായത് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ സോയിൽ ക്ലേയിൽ വെച്ച് ട്രേസ് ചെയ്ത് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിതിൽ കാണിക്കുന്നത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാനിത് എൻ്റെ വീട്ടിൽ നിന്നല്ല ചെയ്യുന്നത്, എൻ്റെ ഉമ്മച്ചാടെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിലായിരുന്നു. ആകെ ഞാൻ ക്ലേ മാത്രമാണ് എടുത്തിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കട്ടൊക്കെ ചെയ്യുന്നതാണ്. അതായത് ഉദ്ദേശിച്ചത് പേനയൊക്കെ വെച്ചാണ് ഞാൻ കട്ടൊക്കെ ചെയ്തെടുത്തത്. കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ മറ്റേ ബ്ലൈഡും അതൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ആ ഒരു സാധനം നമുക്ക് 2 എണ്ണം വേണം, ആ ഒരു ഷേപ്പിലുള്ളത്. പിന്നെ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു 2 എണ്ണം കൂടി വേണം. അതിൻ്റെ സൈഡ് ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് 2 എണ്ണം കൂടി വേണം. എന്നിട്ട് നമുക്ക് ഇതിൽ ഞാൻ കാണിക്കുന്ന പോലെ ആ ഒരു സൈഡ്സ് നല്ലോണം ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. വെള്ളം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം ജോയിൻ ചെയ്ത് വെക്കുക. ഞാനിതിൽ സ്പീഡിൽ ഇടുന്നതിൻ്റെ റീസൺ, ഞാനിത് ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും മേൽ പോർഷൻ നല്ലതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ച വേറൊരു ഷേപ്പ് ഉണ്ടല്ലോ, അതായത് ആ ഷേപ്പ് തന്നെ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതും നല്ലോണം വെള്ളമൊക്കെ യൂസ് ചെയ്ത് എല്ലാം ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് ഇനി നമുക്ക് മേൽക്കൂര വെക്കണം. അപ്പോൾ അതിന് വേണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഒരെണ്ണം ഒരു പീസ് ഇതുപോലെ പരത്തിയെടുത്തിട്ട് അതിനെ ഇങ്ങനെ ജസ്റ്റ് വെക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ക്ലേ ഭയങ്കര കുറവായിരുന്നു, അതുകൊണ്ട് ഭയങ്കര തിന്നായിട്ടുള്ള മേൽക്കൂരയൊക്കെ ആയിരുന്നു. ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ഫ്രണ്ട് പോർഷൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നിൽക്കുന്ന പോലെയും ബാക്ക് പോർഷൻ കറക്റ്റ് അളവിലുമായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ അടുത്ത് ക്ലേ കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. ഫ്രണ്ട് ബാക്കിൽ നല്ലോണം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിൽ നല്ലോണം ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുറം ഭാഗം മാത്രം സ്റ്റിക്ക് ചെയ്ത് പോവാതെ അകത്തും കൂടി ഒന്ന് വെള്ളമൊക്കെ യൂസ് ചെയ്ത് ശരിയാക്കി കൊടുക്കാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഓപ്പൺ ആയിരിക്കണം, അത് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അടിഭാഗം ഓപ്പൺ ആയിരിക്കണം. ഇനി മേൽക്കൂരയുടെ അവിടെ നമുക്ക് മറ്റേ പുകക്കുഴി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെൻ വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ഇതുപോലെ ഒരു സാധനം വെക്കുക. അത് ഞാൻ ചെയ്യുന്നത് കാണിക്കാത്തത്, ഞാൻ എത്രയോ സമയം എടുത്തിട്ടാണ് ആ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത്. ഉള്ളതിൽ എളുപ്പം അതാണെന്ന് തോന്നുമെങ്കിലും എനിക്കത് ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ഇത് വെക്കാനുള്ള ഒരു ബേസും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മൗൾഡ് ക്ലേയിലാണ് ചെയ്തത്, വേറെ ഒന്നുമല്ല, ജസ്റ്റ് അതൊന്ന് പരത്തി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റാ.